അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് 2K ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത്ര സന്തോഷിപ്പിക്കുന്ന അപ്ഡേറ്റ് അല്ല, മറ്റൊന്നുമല്ല. അടുത്ത ജാംഷഡ്പൂരായിരിക്കുന്ന മത്സരത്തിൽ നമ്മുടെ സൂപ്പർ സ്ട്രൈക്കർ ജീസസ് ജിമിനസ് ഉണ്ടാവില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. സോ ജീസസ് ജിമിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ടോപ്പ് സ്കോറർ പ്ലെയറാണ്. ഇഞ്ചുറിയാണ്, അതായത് ആംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അതായത് പരിശീലനത്തിന് പറ്റിയ ഒരു ഇഞ്ചുറി, ഈ ഒരു ആംസ്ട്രിങ് ഇഞ്ചുറി ചെറുതല്ല, ആംസ്ട്രിങ് ഇഞ്ചുറിയിലാണ്. സോ ഡോക്ടർമാരാണ് തീരുമാനിക്കുക അദ്ദേഹം കളിക്കണോ വേണ്ടയോ എന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് സ്ലിപ്പ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കളിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടുണ്ട്. എന്തായാലും ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷയില്ല. അപ്പോൾ ഇങ്ങനെയൊരു പ്ലെയറിനെ, ഇഞ്ചുറി കൺസേണുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് വീണ്ടും ഇഞ്ചുറി ആക്കി അതിനേക്കാളും നല്ല പുള്ളിക്ക് ഫിറ്റ്നസ് എടുക്കാൻ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ചില ചാൻസസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും വിശ്വസിക്കേണ്ട, കാരണം അത് നടക്കാൻ പോണില്ല. നമ്മൾ ജയിക്കില്ല, മാത്രമല്ല മറ്റേ ടീമോട് തോൽക്കില്ല. നമ്മൾ പുറത്തും ജയിച്ചാലും മറ്റേ ടീമോട് തോൽക്കണം എന്ന് പറഞ്ഞ അങ്ങനത്തെ സിനാരിയോ ആണ്. അത് നടക്കാൻ പോണില്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മുംബൈ സിറ്റി രണ്ടിലൊരു ടീമിൽ നിന്ന് ജയിക്കും, അപ്പം തന്നെ നമ്മൾ ഒഫീഷ്യലായി ഔട്ടാവും. പിന്നെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ചാൻസ് പോലും ഉണ്ടാവില്ല. സോ എല്ലാവരും പ്രതീക്ഷ അവസാനിച്ച സ്ഥിതിക്ക് ജീസസ് ജിമിനസിനെ ഒന്നും കളിപ്പിക്കേണ്ടതാണ് എൻ്റെ ഇപ്പോഴത്തെ. ഇഷാൻ പണ്ഡിതനെ ഒന്ന് ഇറക്കി നോക്കാനാണ് എനിക്ക് തോന്നുന്നത്. പെപ്ര, ഇഷാൻ പണ്ഡിത ആ റോളായിരിക്കണം കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇഷാൻ പണ്ഡിതനെ എന്തുകൊണ്ട് ഇറക്കണില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കറാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിനൊക്കെ അവസരം കിട്ടാൻ വേണ്ടി കാത്തിക്കുകയാണ്. എന്തായാലും താരം ഇനി കളിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ച് അദ്ദേഹത്തിന് വീണ്ടും കളിപ്പിക്കാമോ എന്ന് അതും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് സംഭവിച്ച കാര്യമാണ്, ഇത് ഒഫീഷ്യലാണ്. അവർക്ക് ചെറിയൊരു ആംസ്ട്രിങ് ഇഞ്ചുറിയാണ് അത്. പക്ഷേ ഭേദപ്പെടുമായിരിക്കും. അതായത് ഇങ്ങനെ ഓവറായിട്ട് ഒരുപാട് കാലമൊന്നും ഇല്ലാത്ത പെട്ടെന്ന് നന്നായി പോട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.